ഇനി ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ശരിയാണ്. UDF കോൺഗ്രസിനുള്ളിലെ മുഖ്യമന്ത്രി ചർച്ചയടക്കം വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്തെ, നാളെ വല്ലാത്ത ടെൻഷനാ. ശരിക്കും പറഞ്ഞാൽ ഞാൻ സാധാരണ പറയുന്നത് ഉത്കണ്ഠയുടെ പിച്ചാത്തി മുനയിൽ ഇരിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമാണ് നടക്കാൻ പോകുന്നത്. ഇന്നൊക്കെ രാത്രി കാളരാത്രി ആയിരിക്കും, നമ്മൾ പണ്ട് നോവലൊക്കെ പറയില്ലേ, നീണ്ടുപോകും. അപ്പോൾ എങ്ങനെയാണ് UDF ക്യാമ്പിൽ കാര്യങ്ങൾ നടക്കുന്നത്? കേരളത്തിന്റെ വിധിദിനം നാളെയാണ്. വിധിദിനത്തോടടുക്കുമ്പോഴും UDF ക്യാമ്പിൽ ആശങ്കകളുണ്ട്, പ്രതീക്ഷകളുണ്ട്, ആത്മവിശ്വാസമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇതിനോടൊപ്പം കോൺഗ്രസ് ക്യാമ്പിൽ UDF ക്യാമ്പിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം ജയിച്ചു വന്നാൽ ആരാണ് മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ചാണ്. 3 പ്രധാനപ്പെട്ട നേതാക്കളിലാണ് മുഖ്യമന്ത്രി സ്ഥാനത്തൊക്കെ ഉയർത്തിക്കാട്ടപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ പേരാണ്. അത് കഴിഞ്ഞാൽ AICC ജനറൽ സെക്രട്ടറിയും സംഘടനാ ചുമതലയുള്ള നേതാവുമായ KC വേണുഗോപാലിൻ്റെതാണ്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അങ്ങനെ 3 പേരുകളാണ് കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തൊക്കെ ഏറ്റവും ശക്തമായി ഉയരുന്നത്. ഇവർക്കെല്ലാം അനുകൂലവും പ്രതികൂലവുമായ പല ഘടകങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ആര് മുഖ്യമന്ത്രിയാകും എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വളരെ സജീവമായി നടക്കുന്നു. കോൺഗ്രസിൻ്റെ സംഘടനാ രീതി അനുസരിച്ച് കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ ഭൂരിപക്ഷമാണ് അടിസ്ഥാന ഘടകം. അതായത് ജയിച്ചു വരുന്ന MLA-മാരിൽ ഭൂരിപക്ഷം ആരെയാണോ പിന്തുണയ്ക്കുന്നത് അദ്ദേഹത്തിനായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ സാധ്യത. എന്നാൽ CLP-യിലെ ഭൂരിപക്ഷം മാത്രമല്ല കോൺഗ്രസിൽ ഘടകമാകുന്നത്, മറിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ പിന്തുണ കൂടി വേണം, കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം കൂടി വേണം. അങ്ങനെ ഒരു തീരുമാനത്തിൽ അങ്ങനെ MLA-മാരിൽ ആർക്കാണ് കൂടുതൽ പിന്തുണ കിട്ടുക എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. സാധാരണ നിലയിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരണം, UDF അധികാരത്തിലേക്ക് വരണമെങ്കിൽ കോൺഗ്രസിന് കുറഞ്ഞത് 40 സീറ്റിലെങ്കിലും ജയിച്ചു വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ 40 സീറ്റിൽ ആർക്കായിരിക്കും ഭൂരിപക്ഷം ആളുകൾ, അതായത് ഏത് നേതാവിനെയായിരിക്കും ഭൂരിപക്ഷം MLA-മാരും പിന്തുണയ്ക്കുന്നത് എന്നത് സംബന്ധിച്ച ആശങ്കകളാണ്. അതുകൊണ്ട് MLA-മാരെ പാട്ടിലാക്കാൻ കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ എല്ലാ നേതാക്കന്മാരും വളരെ ആവേശത്തോടു കൂടി ചെയ്യുന്നുണ്ട്. അതിനായി നേതാക്കന്മാരെ നിയോഗിച്ചിട്ടുണ്ട്, അടുപ്പക്കാരെ നിയോഗിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകളും കൂട്ടിക്കഴിക്കലും ഒക്കെ നടക്കുന്നു. എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്തെ സംബന്ധിച്ച ചർച്ചകൾ കോൺഗ്രസിനകത്ത് ഒരു വലിയ വിഷയമായി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 3 പ്രധാനപ്പെട്ട നേതാക്കൾ KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതാണ് ഫലത്തോടൊപ്പമുള്ള ആകാംക്ഷ. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.